എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച്, അതായത് 2 ക്യാരറ്റും അതുപോലെ തന്നെ ഒരു വലിയൊരു പൊട്ടറ്റോയും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി പ്രഷർ കുക്കറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പം മുഴുവൻ വെജിറ്റബിളും ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കറിൻ്റെ അടപ്പിട്ടതിന് ശേഷം സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ വേവിക്കേണ്ട, കാരണം നമ്മൾ വെജിറ്റബിളൊക്കെ ഓവർ കുക്കായി പോകും. ഒരു വിസിലിന് ശേഷം നമുക്കിതിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു തേങ്ങയുടെ അരപ്പ് റെഡിയാക്കണം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ടേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം കസ്കസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളുത്ത കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 5-6 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം, അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടേക്ക് അരക്കാൻ ആവശ്യമായുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ സ്മൂത്തായിട്ട് തരികളൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഒരു വിസിലിന് ശേഷം നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വെജിറ്റബിളൊക്കെ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവണം, കൂടുതൽ ഓവറായിട്ട് കുക്കായി പോകരുത്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായി എടുക്കാം. ഇതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഒരു പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് മീഡിയം സൈസ് വരുന്ന ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഏകദേശം ഒന്ന് നന്നായിട്ട് തന്നെ വാടി വരണം, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ല പെട്ടെന്ന് തന്നെ വാടി കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു വരണം, അതുവരെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു വരണം. അപ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മുടെ തക്കാളിയും എല്ലാം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരണം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെജിറ്റബിൾ കുറുമക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യമായിട്ട് വേറെ മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങൾ സ്പൈസസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ഇതിലോട്ടേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ പെപ്പർ പൗഡറുമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പോളം വരും കേട്ടോ ഈ ഒരു സ്വീറ്റ് കോൺ. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ മസാലയും സ്വീറ്റ് കോണും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം, അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക.
അപ്പോൾ സ്വീറ്റ് കോണും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവൻ വെജിറ്റബിളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മളെ മസാലയും വെജിറ്റബിൾസും എല്ലാം കൂടി നല്ല വണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കറി ഒന്ന് തിളക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. നമ്മളെ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറി ഇവിടെ നല്ല പാകത്തിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. പൊതുവേ കുറുമക്കറി എന്ന് പറയുമ്പോൾ കുറച്ച് കുറുകിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രേവി കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. ഇനി നമ്മൾ ഓഫാക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയോ മല്ലിയിലയോ ഉണ്ടെങ്കിൽ അതിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പ്ലേറ്റിൽ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള വെജ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള വെജ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലേ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൊറോട്ട, ചപ്പാത്തി, അപ്പം എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. Bye bye.